നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യഹെസ്കേൽ 30 ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അയ്യോ കഷ്ടദിവസം എന്ന് മുറയിടുവീൻ. നാൾ അടുത്തിരിക്കുന്നു, അതെ, യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. അത് മേഘമുള്ള ദിവസം, ജാതികളുടെ കാലം തന്നെ ആയിരിക്കും. മിസ്രയീമിന്റെ നേരെ വാൾ വരും. മിസ്രയീമിൽ നിഹതന്മാർ വീഴുകയും അവർ അതിലെ സമ്പത്ത് അപഹരിക്കുകയും അതിന്റെ അടിസ്ഥാനങ്ങൾ ഇടിക്കുകയും ചെയ്യുമ്പോൾ കൂശിൽ അതിവേദനയുണ്ടാകും. കൂശ്യരും പൂത്യരും ലൂദ്യരും സമ്മിശ്ര ജാതികളൊക്കെയും കൂബ്യരും സഖ്യതയിൽപ്പെട്ട ദേശക്കാരും അവരോടുകൂടെ വാൾ കൊണ്ട് വീഴും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മിസ്രയീമിനെ താങ്ങുന്നവർ വീഴും, അതിന്റെ ബലത്തിന്റെ പ്രതാപം താണുപോകും. സോവേനെ ഗോപുരം മുതൽ അവർ വാൾ കൊണ്ട് വീഴും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അവർ ശൂന്യദേശങ്ങളുടെ മധ്യേ ശൂന്യമായി പോകും. അതിലെ പട്ടണങ്ങൾ ശൂന്യപ്രദേശ പട്ടണങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. ഞാൻ മിസ്രയീമിന് തീ വച്ചിട്ട് അതിന്റെ സഹായക്കാരൊക്കെയും തകർന്നു പോകുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും. ആ നാളിൽ ദൂതന്മാർ നിശ്ചിന്തന്മാരായി കൂശ്യരെ ഭയപ്പെടുത്തേണ്ടതിന് കപ്പലുകളിൽ കയറി എന്റെ മുമ്പിൽ നിന്ന് പുറപ്പെടും. അപ്പോൾ മിസ്രയീമിന്റെ നാളിൽ എന്ന പോലെ അവർക്ക് അതിവേദന ഉണ്ടാകും. ഇതാ അത് വരുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യാൽ മിസ്രയീമിന്റെ പുരുഷാരത്തെ ഇല്ലാതാക്കും. ദേശത്തെ നശിപ്പിക്കേണ്ടതിന് അവനെയും അവനോട് കൂടെ ജാതികളിൽ ഭയങ്കരന്മാരായ അവന്റെ ജനത്തെയും വരുത്തും. അവർ മിസ്രയീമിന്റെ നേരെ വാളൂരി ദേശത്തെ നിഹതന്മാരെ കൊണ്ട് നിറയ്ക്കും. ഞാൻ നദികളെ വറ്റിച്ച് ദേശത്തെ ദുഷ്ടന്മാർക്ക് വിറ്റുകളയും. ദേശത്തെയും അതിലുള്ള സകലത്തെയും ഞാൻ അന്യജാതികളുടെ കയ്യാൽ ശൂന്യമാക്കും. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ വിഗ്രഹങ്ങളെ നശിപ്പിച്ച് അവരുടെ മിഥ്യാമൂർത്തികളെ നോഫിൽ നിന്ന് ഇല്ലാതാക്കും. ഇനി മിസ്രയീം ദേശത്ത് നിന്ന് ഒരു പ്രഭു ഉത്ഭവിക്കുകയില്ല. ഞാൻ മിസ്രയീം ദേശത്ത് ഭയം വരുത്തും. ഞാൻ പത്രോസിനെ ശൂന്യമാക്കും. സോവാന് തീവയ്ക്കും. നോവിൽ ന്യായവിധി നടത്തും. മിസ്രയീമിന്റെ കോട്ടയായ സീനിൽ ഞാൻ എന്റെ ക്രോധം പകരും. ഞാൻ നോവിലെ പുരുഷാരത്തെ ഛേദിച്ചു കളയും. ഞാൻ മിസ്രയീമിന് തീവയ്ക്കും. സീൻ അതിവേദനയിൽ ആകും. നോവ് പിളർന്നു പോകും. നോഫിന് പകൽ സമയത്ത് വൈരികൾ ഉണ്ടാകും. ആവനിലെയും പി ബേസയത്തിലെയും യൗവനക്കാർ വാൾ കൊണ്ട് വീഴും. അവയോ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ഞാൻ മിസ്രയീമിന്റെ മുഖമുടിച്ച് അവളുടെ ബലത്തിന്റെ പ്രതാപമില്ലാതെയാക്കുമ്പോൾ തഖ്പനേസിൽ പകൽ ഇരുണ്ടുപോകും. അവളെയോ ഒരു മേഘം മൂടും. അവളുടെ പുത്രിമാർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ഇങ്ങനെ ഞാൻ മിസ്രയീമിൽ ന്യായവിധികളെ നടത്തും. ഞാൻ യഹോവയെന്ന് അവർ അറിയും. 11-ാം ആണ്ട് 1-ാം മാസം 7-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, മിസ്രയീം രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. അത് വാളിപ്പിടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് അതിന് മരുന്ന് വെച്ച് കെട്ടുകയില്ല, ചികിത്സ ചെയ്യുകയില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ മിസ്രയീം രാജാവായ ഫറവോന് വിരോധമായിരിക്കുന്നു. ഞാൻ അവന്റെ ഭുജങ്ങളെ ബലമുള്ളതിനെയും ഒടിഞ്ഞിരിക്കുന്നതിനെയും തന്നെ ഒടിച്ചു കളയും. വാളിനെ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് വീഴിച്ചു കളയുകയും ചെയ്യും. ഞാൻ മിസ്രയീമിലെ ജാതികളുടെ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും. ഞാൻ ബാബേൽ രാജാവിന്റെ ഭുജങ്ങളെ ബലപ്പെടുത്തി എന്റെ വാളിനെ അവന്റെ കയ്യിൽ കൊടുക്കും. ഫറവോന്റെ ഭുജങ്ങളെയോ ഞാൻ ഒടിച്ചു കളയും. മുറിവേറ്റവൻ ഞരങ്ങുന്നത് പോലെ അവൻ അവന്റെ മുമ്പിൽ ഞരങ്ങും. ഇങ്ങനെ ഞാൻ ബാബേൽ രാജാവിന്റെ ഭുജങ്ങളെ ബലപ്പെടുത്തും. ഫറവോന്റെ ഭുജങ്ങൾ വീണുപോകും. ഞാൻ എന്റെ വാളിനെ ബാബേൽ രാജാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ അതിനെ മിസ്രയീം ദേശത്തിന് നേരെ ഓങ്ങുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഞാൻ മിസ്രയീം വരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. യഹെസ്കേൽ 29 മുതൽ 32 വരെയുള്ള അധ്യായങ്ങൾ മിസ്രയീം രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും സാമാന്യ ജനത്തിനും എതിരായിട്ടുള്ള പ്രവചനങ്ങളാണ്. ദൈവത്തിന്
ഇസ്രായേലിനെ കുറിച്ച് മാത്രമല്ല, സകല ജനപദങ്ങളെക്കുറിച്ചും പദ്ധതികളുണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും അഭിവൃദ്ധിക്ക് ദൈവം നൽകുന്ന കാലാവസ്ഥയോടും കടലിനോടും നദികളോടും ഫലപുഷ്ടിയുള്ള മണ്ണിനോടും കല്ലിനോടും എല്ലാം അവർ കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ദൈവമാണ് അത് നൽകിയത്. എന്നാൽ മിസ്രയീം തങ്ങൾക്ക് സമൃദ്ധി നൽകിയ യഹോവയോട് നന്ദിയുള്ളവരായില്ല, പകരം അവർ വിഗ്രഹാരാധനക്കാരായിരുന്നു. 13-ാം വാക്യത്തിൽ അവരുടെ വിഗ്രഹാരാധനയെക്കുറിച്ച് പറയുന്നുണ്ട്. മിസ്രയീമിൻ്റെ സമൃദ്ധിക്ക് ഉള്ള പ്രധാന കാരണം നൈൽ നദി ആയിരുന്നു. അത് വറ്റിക്കുമെന്നാണ് 12-ാം വാക്യത്തിൽ നാം കാണുന്നത്. 400 വർഷത്തെ പ്രവാസ അനന്തരം ഇസ്രായേൽ ജനം മിസ്രയീം വിട്ട നാളിൽ യഹോവയുടെ മഹത്വം മിസ്രയീമർ കണ്ടതാണ്. അവിടെ വലിയ നിലവിളി ഉണ്ടായത് അവർ കണ്ടതാണ്. ബാധകൾ ദൈവത്തിൻ്റെ കൈയാണെന്ന് തിരിച്ചറിഞ്ഞ മിസ്രയീമരിൽ അനേകർ ഇസ്രായേലിനോട് ചേർന്നു. അതാണ് ഇസ്രായേലിനോട് കൂടെ പുറപ്പെട്ട സമ്മിശ്ര ജാതികൾ. എന്നാൽ ബാധകൾ മാറിക്കഴിഞ്ഞപ്പോൾ മിസ്രയീമിൽ ഉണ്ടായിരുന്നവർ വീണ്ടും പഴയതുപോലെ ബിംബാരാധികളായി. അവരെ വളരെ വർഷങ്ങൾ ദൈവം ക്ഷമിച്ചു. ഇപ്പോൾ ബാബേൽക്കാരുടെ വാള് വരുത്തിയിരിക്കുകയാണ്. പ്രവാസത്തിൻ്റെ 11-ാം ആണ്ട് 1-ാം മാസം 1-ാം തീയതിയാണ് അക്കാര്യം എസ്കേലിനെ ദൈവം അറിയിച്ചത്. മുമ്പ് പാപം മൂലം സോദോം ഗോമോറ തുടങ്ങിയ പട്ടണങ്ങളെ ദൈവം നിർമൂലമാക്കിയതുപോലെ മിസ്രയീമ പട്ടണങ്ങളായ സേവേ, സോവാൻ, നോവ്, സീന്, നാഫ്, ആവേൻ, പി ബസേത്ത്, തപ്പനേസ് തുടങ്ങിയ പട്ടണങ്ങൾ തീവച്ച് നശിപ്പിക്കപ്പെടുമെന്നായിരുന്നു പ്രവചനം. ഇതറിയുന്ന സഖ്യകക്ഷികളായ കൂശ്യര്, കൂത്യര്, ലൂദ്യര്, കൂബ്യര് തുടങ്ങിയ രാജ്യങ്ങൾ ഭയപ്പെടും, അവരെയും തീവയ്ക്കും എന്നായിരുന്നു. ദൈവം ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ ഈ രാജ്യങ്ങളുടെ നേരെ അയച്ച് അവരെ കൊള്ളയിടുകയും അവരെ നശിപ്പിക്കുകയും ചെയ്യും. ഇതിൻ്റെ എല്ലാ മൂല കാരണം സത്യദൈവത്തെ ആരാധിക്കാതെ പകരം സൃഷ്ടികളെ ആരാധിച്ചു, വിഗ്രഹങ്ങളെയും മിഥ്യാമൂർത്തികളെയും ആരാധിച്ചു, ദുർമന്ത്രവാദങ്ങൾ ചെയ്തു എന്നുള്ളതായിരുന്നു. പക്ഷെ അവരുടെ വിഗ്രഹങ്ങൾക്ക് മിസ്രയീമിലെയും സഖ്യകക്ഷികളെയും രക്ഷിക്കാനായില്ല. യഹോവ സത്യദൈവമെന്ന് അവർ അറിയുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ്. വായുവും വെള്ളവും ചൂടും തണുപ്പും നമുക്ക് തരുന്നത്, നമ്മുടെ കൃഷിയെ വർദ്ധിപ്പിച്ചു തരുന്നത്, കന്നുകാലികളെ വർദ്ധിപ്പിച്ചു തരുന്നത്, നമുക്ക് ബുദ്ധിയും ജ്ഞാനവും തരുന്നത്, കാഴ്ചയും കേൾവിയും ആരോഗ്യവും തരുന്നത്, വീടും ബന്ധങ്ങളും സാഹചര്യങ്ങളും തരുന്നത് എല്ലാം ദൈവമാണ്. സത്യദൈവമാണ്, സൃഷ്ടാവായ ദൈവമാണ്. ആ ദൈവമാണ് മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശു. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുവാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ന്യായവിധിയാണ്. അതിൻ്റെ നിഴലുകളാണ് നാം ഈ വായിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കുന്നത്. കർത്താവിനെ സ്നേഹിക്കാൻ, അനുസരിക്കാൻ, ആരാധിക്കാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.